നിങ്ങൾക്ക്? ആ തെറ്റുമ്പോ പിടിച്ച് തൂങ്ങി ഊഞ്ഞാലാടണം. അതാണ് കുറെ പേര് ആഗ്രഹിക്കുന്നത്. തെറ്റാണെന്ന് പറഞ്ഞിട്ട് തെറ്റാണെന്ന് മനസ്സിലായാലും അതുമേ കിടന്ന് ഊഞ്ഞാലാടണം. തെറ്റ് തിരുത്തിയാൽ അപ്പൊ തന്നെ മാധ്യമങ്ങൾ പുതിയ വാക്കാണ് യു ടേൺ അടിച്ചു. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, തെറ്റ് സംഭവിച്ച തിരുത്താനും പാടില്ല എന്ന രീതിയിലാണ് ഇപ്പോൾ. നോക്കൂ, വാക്കുകൾ കൊണ്ടൊക്കെ കളിക്കാൻ VD സതീശൻ ഭയങ്കര മിടുക്കാണ്. എന്റെ സാറേ, താങ്കൾക്ക് പറ്റുന്ന തെറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ജനങ്ങളുടെ ജീവിതം കുട്ടിച്ചോറാക്കുന്ന തെറ്റുകളാണ്. KSRTCക്ക് സ്ത്രീകൾക്ക് ഫ്രീ കൊടുത്തുകൊണ്ട് ഒരു വലിയ വ്യവസായം തൊട്ടപ്പുറത്ത് തകർത്തു. എത്രയോ ആളുകൾ ഇനി എന്താണ് തങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യേണ്ടത് എന്ന് പോലും അറിയാതെ ഒരുപാട് ഡ്രൈവേഴ്സ്, കണ്ടക്ടർമാരൊക്കെ കുടുങ്ങി നടക്കുകയാണ്. ഇത് തെറ്റായ തീരുമാനമാണ്. അത് തിരുത്തുക തന്നെ വേണമെന്നുള്ളതാണ്. ഇതാ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കരച്ചിലുകളാണ്. ഒരു കരച്ചിലൊന്ന് കണ്ടോക്കി. മൊത്തത്തിൽ അടവായി ഇപ്പോ 2 മാസമായി ഇതിപ്പോ ഇങ്ങനെ കെട്ടിയടച്ചിരിക്കുന്നത്. ഞങ്ങളെ ജീവിതമേ പോയി. മറ്റവരിന്ന് പഠിച്ചപ്പോ ഇതുപോലെ ഇതൊന്നും ഇല്ലായിരുന്നേ. ഞങ്ങളെ വന്ന് തുരത്തിയിട്ടില്ല ഇതുവരെയ്ക്ക്. എങ്ങനെയുണ്ട് ഈ കരച്ചിൽ കേൾക്കുന്നത്? മറ്റവരിന്ന് ഭരിച്ചപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനൊന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു എന്ന് പറയുന്ന ഒരു കരച്ചിലാണ്. വഴിയരികിലൊക്കെ കച്ചവടം നടത്തിയിരുന്ന ആളുകൾ മുഴുവൻ ഒഴിപ്പിക്കുകയാണ്. അവരെ കടകളൊക്കെ ഈ ബുൾഡോസർ രാജ് എന്നൊക്കെ പറയുന്ന പരിപാടി പോലെ നടക്കുന്നുണ്ട്. നമ്മുടെ മാധ്യമങ്ങൾക്ക് ഇതൊന്നും റിപ്പോർട്ട് ചെയ്യാനേ സമയമില്ല. ഇതെങ്ങാൻ പിണറായി വിജയന്റെ കാലത്തായിരുന്നെങ്കിൽ പിണറായി വിജയൻ ഇതാ മോഡിയുടെ അതേപോലെ സ്വഭാവം എടുത്തിരിക്കുന്നു, ബുൾഡോസറുമായി ഇറങ്ങിയിരിക്കുന്നു പറഞ്ഞിട്ട് ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ തുള്ളിക്കളിക്കും. ഈ പാവങ്ങളുടെ കണ്ണീര് കാണാൻ, ഈ പാവങ്ങളുടെ കരച്ചില് കാണാൻ ഒരാളും ഇപ്പോഴില്ല എന്നുള്ളത്. ഇപ്പൊ എല്ലാം സർവ്വസാധാരണമാണ്. ഓ, അവർ വഴിയരികിൽ കുടിയിൽ കിട്ടിയതല്ലേ, അത് തകർക്കേണ്ടതല്ലേ, അത് അവരെ സ്വന്തമല്ലല്ലോ എന്ന ലാഘവ ബുദ്ധിയോട് കൂടിയിട്ട് കാര്യങ്ങളൊക്കെ കാണാൻ തുടങ്ങിക്കുന്നു. അപ്പൊ എന്തായാലും തെറ്റ് സംഭവിക്കുന്നുണ്ട് എന്ന് VD സതീശന് മനസ്സിലാകുന്നു എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം എന്നതാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ പൊന്നു സുഹൃത്തെ, സോറി സാർ, ഒരു വലിയ തെറ്റ് കൂടി താങ്കൾക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇതാണ് ആ ഒരു തെറ്റ്. താൽക്കാലിക ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിടുന്നു. പിരിച്ചുവിട്ടു. കണ്ണൂരിലും കാസർകോട്ടും KSRTC പ്രതിസന്ധിയിൽ എന്നുള്ളൊരു വാർത്ത ഇന്ന് നമ്മുടെ ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വാർത്ത തെറ്റാണെന്നൊക്കെ പറയുകയാണെങ്കിൽ കുറച്ച് കഷ്ടമാണ്. എന്തൊക്കെയായാലും ഇത് മാത്രമാണോ? ഏതൊക്കെ കാര്യങ്ങളാണ് VD സതീശന് തെറ്റ് സംഭവിച്ചിട്ടുള്ളത്? അധികാരത്തിൽ കയറിയത് തന്നെ കേരള ജനതയ്ക്ക് പറ്റിയൊരു വലിയ തെറ്റാണ്. സംഗതി അവിടെ കിടക്കട്ടെ. അത് നീ ഒരു കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ നീ ഒരു കൊങ്ങി ആയതുകൊണ്ട്, കൊങ്ങി കോൺഗ്രസ് അല്ലേ, കമ്മി ആയതുകൊണ്ടാടാ നീ ഇങ്ങനെ പറയുന്നതെന്ന് പറയാനൊക്കെ ആളുകളുണ്ടായിരിക്കും. ശരി, ഞാനൊരു കമ്മിയാണെന്ന് തന്നെ സമ്മതിക്കുന്നു. എന്തുകൊണ്ട് കമ്മിയാവുന്നു? കൃത്യമായിട്ടും VD സതീശൻ എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ആളുകൾ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ എന്താണ് കേരളത്തിൽ സംഭവിക്കുക എന്നുള്ളത് ഊഹിച്ചെടുക്കാനുള്ള ഒരു കഴിവിനെ നിങ്ങൾ കമ്മി എന്നാണ് വിളിക്കുന്നതെങ്കിൽ അതൊരു അവാർഡായിട്ട് ഞാൻ അങ്ങോട്ട് സ്വീകരിച്ചോളാം. ഒരു കുഴപ്പമില്ല, അത് നല്ല ഗംഭീര അവാർഡാണ്. എന്തായാലും ഈ അവാർഡിനൊപ്പം തന്നെ ഇദ്ദേഹം പറയുന്ന ചില വാക്കുകളൊക്കെ നമ്മൾ കേൾക്കണം. ഇദ്ദേഹം പറയുന്ന വാക്കുകൾ കേൾക്കണ്ട. ഇവിടെ കുടുങ്ങിപ്പോയത് KSRTCയുടെ ആൾക്കാർ മാത്രമല്ല, ഇതുകൂടി കാണുക. മണ്ണ് വാരി തിന്നുന്നു. ഉദ്യോഗാർത്ഥികൾ മണ്ണ് വാരി തിന്നുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉദ്യോഗാർത്ഥ മണ്ണ് വാരി തിന്നൽ കണ്ടപ്പോൾ എനിക്ക് ചിരിയാ വന്നേ. നാട്ടിലെ യുവാക്കളാണ് മണ്ണ് വാരി തിന്നുന്നത്. UDF സർക്കാരിന്റെ കാലത്തും ദൗർഭാഗ്യകരമായ ദൃശ്യങ്ങൾ എന്ന രീതിയിൽ റിപ്പോർട്ടർ ഒരു വീഡിയോ പോസ്റ്റ്, ഒരു പോസ്റ്റൊക്കെ ഇട്ടിരിക്കുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് കണ്ടപ്പോൾ ചിരിയാണ് വന്നത്. കാരണം മാറ്റത്തിന് വേണ്ടി മുറവിളി കൂട്ടിയ ആളുകളിൽ ഇവരുമുണ്ട് എന്നുള്ളതാണ്. അവരെ ഗതികേടാണ് ഇപ്പൊ കാണുന്നത്. പച്ച മണ്ണ് വാരി തിന്നുന്നു, ഞങ്ങൾക്ക് ജോലി തരൂ എന്ന് പറഞ്ഞുകൊണ്ട് പച്ച മണ്ണ് വാരി തിന്നുന്നു. സുഹൃത്തുക്കളെ മനസ്സിലാക്കണം, ഇന്ത്യയിൽ തന്നെ PSC എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ PSCയുടെ ലിസ്റ്റ് ഏറ്റവും കൂടുതൽ PSC വഴി ഗവൺമെന്റ് ജോലി കൊടുക്കുന്ന സംസ്ഥാനങ്ങളിൽ നമ്പർ 1 അത് നമ്മുടെ കേരളമാണ്, ഒരു സംശയമില്ല. പക്ഷെ ഒരു ലിസ്റ്റ് പ്രഖ്യാപിച്ചാൽ അതിലെ മുഴുവൻ പേർക്കും ജോലി കൊടുക്കുന്ന പറയുന്നത് അതൊരു അപ്രായോഗികമായിട്ടുള്ള കാര്യമാണ്, നമുക്കറിയാം. പക്ഷേ അത് അങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞ് ഇത്തരത്തിലുള്ള ലിസ്റ്റിൽ വന്ന ആളുകൾ മുഴുവൻ ഇളക്കി വിട്ട് അവരെ കൊണ്ട് സമരം ചെയ്യിപ്പിച്ച് അതുകൂടി ഒരു വോട്ടാക്കി മാറ്റിയിട്ട് VD സതീശൻ അങ്ങോട്ട് കൊടുത്തു കളഞ്ഞ ആൾക്കാരാണ് ഇപ്പൊ ഈ മണ്ണ് തിന്നുന്നെന്ന് പറയുമ്പോൾ, സത്യം പറയുമ്പോൾ ചിരിയൊക്കെ എനിക്ക് വരുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കും നീ ഒരുമാതിരി ക്രൂരനാണ് കേട്ടോ, ജോലി കിട്ടാതാവുമ്പോൾ ഇങ്ങനെയൊക്കെ ചിരിക്കുന്നോടാ ദുഷ്ട.
എന്നൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഈ ചിരിയുടെ പുറകിൽ ഒരു രാഷ്ട്രീയമുണ്ട് എന്നുള്ളതുകൊണ്ടാണ് കൃത്യമായിട്ടും. കാരണം ഇവിടെ വളരെ വൃത്തിയായിട്ട് നമ്മുടെ പിണറായി വിജയന്റെ കാലഘട്ടത്തിൽ നിയമനം നടത്തുകയും മറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതെല്ലാം മറച്ചു വെക്കുകയും UDFന്റെ സൈബർ സംഘങ്ങൾ സോഷ്യൽ മീഡിയയിലും മറ്റു വാർത്തകളും കമന്റ് ബോക്സുകളിലൊക്കെ ഇവർക്ക് വേണ്ടിയിട്ട് പച്ചക്കള്ളങ്ങൾ പടച്ചുവിടുകയും ആ പച്ചക്കള്ളങ്ങൾ യാഥാർത്ഥ്യമാണെന്ന് നമ്മുടെ ജനങ്ങൾ വിശ്വസിക്കുകയും പിന്നീട് അത് വോട്ടായി മാവുകയും പിന്നീട് UDF അധികാരത്തിൽ കയറുകയും ചെയ്തു. അതാണ് ചോദ്യം. ഇപ്പൊ എന്തായി? ഇനി ചോദ്യം ഇതാണ്, ഇപ്പൊ നിങ്ങൾക്ക് ജോലി കിട്ടിയോ? അന്ന് LDFനെതിരെ ഏറ്റവും കൂടുതൽ നിയമനം നടത്തി LDF ഗവൺമെന്റിനെതിരെ സമരം ചെയ്തിട്ട് UDF വന്നു കഴിഞ്ഞാൽ ഇതാ ഇപ്പൊ കിട്ടും ജോലി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ജോലി കിട്ടിയോ എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിന് സുഹൃത്തുക്കളെ, റാങ്ക് ഹോൾഡേഴ്സെ, എനിക്കറിയാം നിങ്ങൾക്ക് ഉത്തരമൊന്നുമില്ല എന്നും എനിക്കറിയാം. ഇനി ഈ സമയത്തൊക്കെ തന്നെ നമുക്ക് VD സതീശന്റെ മറ്റൊരു വീഡിയോ കൂടി കാണണം. ജോലി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്താ ചെയ്യുക എന്നുള്ളതിന് അദ്ദേഹത്തിനൊരു ഉത്തരമുണ്ടെന്നേ. ലോകം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. നേച്ചർ ഓഫ് ജോബ്സ് ഹാവ് ബീൻ ചേഞ്ചിങ്. ഫാസ്റ്റ് ആയിട്ട് മാറുകയാണ്. ഇപ്പൊ കണ്ടില്ല 800 പേരെ പിരിച്ചുവിട്ട ഒരു കമ്പനി. വൺ ഫൈൻ മോർണിംഗ് ചെന്നപ്പോ ജോലിയില്ല. കുറെ ജോലികൾ ഇല്ലാതാവുകയാണ്. പക്ഷെ കുറെ ജോലികൾ ഇല്ലാതാവുമ്പോൾ മറ്റൊരു സ്ഥലത്ത് പുതിയ ജാലകങ്ങൾ തുറക്കപ്പെടുകയാണ്. അടിപൊളി അടിപൊളി, ശരിയാണ്. ഇങ്ങനെ സാഹിത്യ ഭാഷയിൽ ഇങ്ങനൊക്കെ പറഞ്ഞു വെക്കാം. ചോദ്യം ഇത്രയേ ഉള്ളൂ, ആ നഷ്ടപ്പെട്ടു പോയ 800 പേർക്ക് വേണ്ടി, ജോലി നഷ്ടപ്പെട്ടു പോയ 800 പേർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ഗവൺമെന്റ് എന്താണ് ചെയ്തത്? അപ്പോൾ ആ 800 പേർക്ക് വേണ്ടി സമരം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ DYFIയും ആ ചെറുപ്പക്കാരൊക്കെ തന്നെ ഉണ്ടായുള്ളൂ. ഒറ്റ KSUകാരനെയും ഒറ്റ എന്ന് പറഞ്ഞ കൊങ്ങികളെയും അവിടേക്ക് കണ്ടില്ല. കമ്മികളെ ഉണ്ടായിട്ടുള്ളൂ എന്നർത്ഥം. അപ്പൊ എന്ത് ചെയ്യും നമ്മൾ?